വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമുക്കിന്ന് ബുദ്ധിപരമായ സിദ്ധാന്തങ്ങൾ അഥവാ തിയറീസ് ഓഫ് ഇൻ്റലിജൻസ് ആദ്യം നോക്കാം. ഇതിൽ ആദ്യത്തെ സ്പിയർമാൻസിൻ്റെ 2 ഫാക്ടർ തിയറിയാണ്. ബുദ്ധി എന്നതൊരു ജി ഘടകവും, അതായത് പൊതുവായ ജന്മസിദ്ധമായ ബുദ്ധിശക്തിയാണ് ജി എന്ന് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഒരു എസ് ഘടകവും, എസ് എന്ന് ഉദ്ദേശിക്കുന്നത് പ്രത്യേക ജോലികളുമായി ബന്ധപ്പെട്ട കഴിവുകൾ. ഈ രണ്ട് ഘടകങ്ങളും ചേർന്നതാണ് ഈ സിദ്ധാന്തം എന്ന് അദ്ദേഹം പറയുന്നു. ഇനി തേഴ്സ്റ്റോൺസിൻ്റെ ഗ്രൂപ്പ് ഫാക്ടർ തിയറിയാണ് പറയുന്നത്. ഒരൊറ്റ പൊതുഘടകത്തെ ഈ സിദ്ധാന്തം എതിർക്കുന്നു. പകരം എന്താണ്, ഗണിതപരമായ കണക്കുകൂട്ടലുകൾ, സ്ഥലപരമായ ദൃശ്യവൽക്കരണം, അതായത് സ്പേഷ്യൽ വിഷ്വലൈസേഷൻ, ഓർമ്മശക്തി, പദസമ്പത്ത്, വേർഡ് ഫ്ലുവൻസി തുടങ്ങിയ പ്രാഥമിക മാനസിക കഴിവുകളെയാണ് ഇത് തിരിച്ചറിയുന്നത്. ഇനി നമുക്ക് ഗാർഡനേഴ്സ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് നോക്കാം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഗാർഡനേഴ്സ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസിൽ ഭാഷാപരമായ കഴിവുകൾ ഉൾപ്പെടെ മനുഷ്യന് വൈവിധ്യമാർന്ന ബുദ്ധിശക്തികളുണ്ടെന്ന് ഈ സിദ്ധാന്തം സൂചിപ്പിക്കുന്നുണ്ട്. ഇനി നമുക്ക് അടുത്തത് പേഴ്സണാലിറ്റി അപ്രോച്ചസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സൈക്കോ അനലിറ്റിക് ഫ്രൂയിഡ് ജുങ് അഡ്ലർ അതെന്താ നമുക്ക് നോക്കാം. അബോധ മനസ്സിലും ആദ്യകാല ബന്ധ അനുഭവങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ്. ഇതിൽ ഈഗോ എന്നിവയുടെ പ്രവർത്തനങ്ങളും ഉൾപ്പെടുന്നുണ്ട്. ബിഹേവിയറിസ്റ്റ് കണ്ടെടുത്തത് വാട്സൺ, സ്കിന്നർ, പാവ്ലോവിൻ്റെ പരിസ്ഥിതിയിൽ നിന്നുള്ള പരിപോഷണങ്ങളിലൂടെയും കണ്ടീഷനിങ്ങിലൂടെയും രൂപപ്പെടുന്ന നിരീക്ഷിക്കാവുന്ന പ്രവർത്തനങ്ങൾക്കാണ് ഇവിടെ ഊന്നൽ നൽകുന്നത്. അടുത്ത ബിഹേവിയറിസ്റ്റിക് ആയിട്ടുള്ള വാട്സൺ, സ്കിന്നർ, പാവ്ലോവിൻ്റെ പരിസ്ഥിതിയിൽ നിന്നുള്ള പരിപോഷണങ്ങളിലൂടെയും കണ്ടീഷനിങ്ങിലൂടെയും രൂപപ്പെടുന്ന നിരീക്ഷിക്കാവുന്ന പ്രവർത്തനങ്ങൾക്കാണ് ഊന്നൽ നൽകുന്നത്. ഇനി ഹ്യൂമാനിസ്റ്റിക് മാസ്ലോ, റോജേഴ്സിൻ്റെ വളർച്ചയിലേക്കുള്ള ജന്മസിദ്ധമായ പ്രേരണ, ആത്മസാക്ഷാത്കാരം, പൊരുത്തമുള്ള സ്വയം സങ്കല്പത്തിൻ്റെ പ്രാധാന്യം എന്നിവ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഇനി ട്രേറ്റ് തിയറി എന്താ നോക്കാം. ആൽപോർട്ട്, കാറ്റൽ, ബിഗ് 5 ഇവിടെ പറയുന്നത് വ്യക്തിത്വത്തെ സ്ഥിരവും അളക്കാവുന്നതുമായ മാനങ്ങളായി തരംതിരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ബിഗ് 5 മോഡൽ തുറന്ന മനസ്സ്, അതായത് ഓപ്പൺനെസ്, മനസാക്ഷി, ഉത്തരവാദിത്വം, ബഹിർമുഖത്വം, സഹകരണ മനോഭാവം, വൈകാരിക അസ്ഥിരത തുടങ്ങിയവ. ഇനി നമുക്ക് ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് എന്താണെന്ന് നോക്കാം. ഗൈഡൻസും കൗൺസിലിങ്ങും പരസ്പരം ബന്ധപ്പെട്ടിട്ടാണ് ഇരിക്കുന്നതെങ്കിലും വിദ്യാഭ്യാസ മേഖലയിൽ വ്യത്യസ്തങ്ങളായ റോളുകളാണ് ഇവ രണ്ടും നിർവഹിക്കുന്നത്. ഗൈഡൻസ് എന്ന് പറയുമ്പോൾ വ്യക്തികൾക്ക് വിദ്യാഭ്യാസപരമോ തൊഴിൽപരമോ ആയ തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കുന്നതിനായി വിവരങ്ങളും ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നൽകുന്ന ഒരു മുൻകരുതൽ പ്രക്രിയയാണ് ഇത്. പ്രൊആക്റ്റീവ്, ഓഫൻ ഡയറക്റ്റീവ് പ്രോസസ്സാണെന്ന് നമുക്ക് പറയാം. ഇനി കൗൺസിലിംഗ് സ്വയം കണ്ടെത്തലിനും വൈകാരികമായ സുഖപ്പെടുത്തലിനും, അതായത് ഇമോഷണൽ ഹീലിംഗ് ആണ് ഊന്നൽ നൽകുന്ന ഒരു ചികിത്സാപരമായ പിന്തുണ നൽകുന്ന പ്രക്രിയയാണെന്ന് നമുക്ക് പറയാം. ഇത് പലപ്പോഴും കൂടുതൽ ആഴത്തിലുള്ള മനഃശാസ്ത്രപരമായ അല്ലെങ്കിൽ പെരുമാറ്റപരമായ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യുന്നതാണ്. ഇനി കോർ ഗോൾസ് എന്ന് പറയുമ്പോൾ സെൽഫ് അവെയർനെസ്, സെൽഫ് ആക്സെപ്റ്റൻസ്, പേഴ്സണൽ ഗ്രോത്ത് ഒക്കെയാണ് ഇവിടെ എയിം ചെയ്യുന്നത്. അതായത് മാർഗനിർദ്ദേശം, വഴികാട്ടൽ, ഉപദേശം തുടങ്ങിയവയ്ക്കാണ് ഇവിടെ എയിം ചെയ്യുന്നത്. നമുക്കിനി ബുദ്ധിശക്തിയുടെ അളവുകോലുകളെ പറ്റി നോക്കാം. മെഷർമെൻറ്റ് ഓഫ് ഇൻ്റലിജൻസ്. ആദ്യത്തെ IQ ആണ്, ഇൻ്റലിജൻസ് കോഷ്യൻ്റ്. ബുദ്ധിശക്തി അളക്കുന്നതിനുള്ള ഏറ്റവും സാധാരണമായ രീതിയാണിത്. മാനസിക പ്രായത്തെ, അതായത് മെൻ്റൽ ഏജ്, യഥാർത്ഥ പ്രായം ക്രോണോളജിക്കൽ ഏജ്, ഇതിനെ കൊണ്ട് ഹരിച്ച് 100 കൊണ്ട് ഗുണിച്ചാണ് ഇത് കണക്കാക്കുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇതുകൊണ്ട് കണക്കുകൾ ചോദിക്കാറുണ്ട്. ബിനെറ്റ് സൈമൺ സ്കെയിൽ ആൽഫ്രഡ് ബിനെയും തിയോഡർ സൈമണും ചേർന്ന് വികസിപ്പിച്ചെടുത്തതാണിത്. കുട്ടികളുടെ ബുദ്ധിപരമായ കഴിവുകൾ തിരിച്ചറിയാൻ ഉപയോഗിച്ചിരുന്ന ചരിത്രപരമായി വളരെ പ്രാധാന്യമുള്ള ഒരു അളവുകോലാണിത്. ഇനി വെക്സ്ലർ സ്കെയിലുകളാണ്. ഡേവിഡ് വെക്സ്ലർ വികസിപ്പിച്ചെടുത്ത ഈ സ്കെയിലുകൾ കുട്ടികൾക്കും മുതിർന്നവർക്കും വെവ്വേറെയാണ് ഉപയോഗിക്കുന്നത്. ഇത് ചിലപ്പോൾ ഇതിൻ്റെ ഫുൾ ഫോം ചോദിക്കാറുണ്ട്. WAIS എന്ന് ഇതിൻ്റെ ഫുൾ ഫോം എഴുതാനോ അങ്ങനെ എന്തെങ്കിലും തരത്തിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇവ വാക്കാലുള്ളതും വെർബൽ പ്രകടനാധിഷ്ഠിതവുമായ, അതായത് പെർഫോമൻസ് ബേസ്ഡ് കഴിവുകളെ പ്രത്യേകം അളക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്